ആക്ട് ആസ് നത്തിങ് എഫക്ട്സ് യു. നിങ്ങളുടെ മനസ്സിനുമേൽ മാത്രമാണ് നിങ്ങൾക്ക് അധികാരമുള്ളത്, പുറമേ നടക്കുന്ന കാര്യങ്ങളിലല്ല. ഇത് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ യഥാർത്ഥ കരുത്ത് കണ്ടെത്തും. റോമൻ ചക്രവർത്തിയും സ്റ്റോയിക് തത്വചിന്തകനുമായ മാർക്കസ് ഓറേലിയസിന്റെ വാക്കുകളാണിവ. ഈ ഉപദേശത്തിന്റെ ഉള്ളറയിലേട്ട് ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുരയ്ക്കുന്ന നായകളെയെല്ലാം കല്ലെറിയാൻ നിന്നാൽ നിങ്ങൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല എന്ന പഴഞ്ചൊല്ലാണിവിടെ ഓർക്കാൻ കഴിയുന്നത്. ഇത് വെറുമൊരു ചൊല്ലല്ല, ജീവിതത്തിലും ഇത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ചുറ്റുമുള്ള ആളുകൾക്കും ശത്രുക്കൾക്കും നിങ്ങളുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന കൂട്ടങ്ങൾക്കും മറുപടി നൽകാൻ നിന്നാൽ ഒരിക്കലും നിങ്ങൾ ലക്ഷ്യത്തിലെത്തുകയില്ല. നിങ്ങൾക്കാവശ്യം ഐ ഡോണ്ട് കെയർ മൈൻഡ്സെറ്റാണ്. അതുമാത്രമേ നിങ്ങളെ ലക്ഷ്യം തൊടിയിക്കുകയുള്ളൂ. അത്തരമൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്താനുള്ള 9 മാന്ത്രിക വഴികളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിലേക്ക് കടക്കാം. 1. വാച്ച് ഔട്ട് ഫോർ സ്നേക്സ് അറൗണ്ട്. ആളുകൾ എപ്പോഴും നിങ്ങളുടെ സന്തോഷം തകർക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ്. നിങ്ങൾ പടിപടിയായി വിജയങ്ങൾ കൈവരിക്കുമ്പോൾ നിങ്ങളെ കുറച്ചു കാണിക്കാനായി ആളുകൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. അവർ നിങ്ങൾ അവരേക്കാൾ മുന്നിലല്ലെന്ന് കാണിക്കാൻ കഴിവതും ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വിജയങ്ങളെ അംഗീകരിക്കില്ല, നിങ്ങളുടെ കഷ്ടപ്പാടുകളെ കണ്ടില്ലെന്ന് നടിക്കും. കൂടാതെ ഓരോ കാര്യങ്ങൾ തുടങ്ങിവെക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോഴും അതിൽ നിന്നും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു സെൽഫ് ഡൗട്ടിലേക്ക് തള്ളിവിടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു പ്രധാന പവർ കൈവരിക്കേണ്ടതുണ്ട്. എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കലാണത്. അവരുടെ വാക്കുകൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പുറത്തു കാണിക്കരുത്. അത് അവർക്ക് വിമർശനങ്ങൾ തുടരാനുള്ള ഇന്ധനം നൽകും. മറിച്ച് അവരുടെ വാക്കുകളെ നിങ്ങൾ വില വയ്ക്കുന്നില്ലെന്ന് കാണിക്കുമ്പോൾ പതിയെ പറച്ചിലുകളും നിൽക്കും. നിങ്ങൾ ആളുകൾ പറയുന്നതിനൊക്കെ പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ സ്വന്തം സമാധാനം തന്നെയാണ് അവിടെ കൈവിട്ടു പോകുന്നത്. ആളുകളുടെ കളിയാക്കലുകളിൽ നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിവുണ്ടെന്നാണ് അവിടെ നിന്നും വ്യക്തമാകുന്നത്. നിങ്ങൾ കരയാൻ തയ്യാറാവുമ്പോൾ അവർക്ക് സന്തോഷമാണുണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മേലുള്ള കൺട്രോളാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ ചരിത്രം കുറിക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണെന്ന തരത്തിൽ അവരെ നോക്കി പുഞ്ചിരിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവരുടെ മുഖത്ത് കുറ്റബോധത്തിന്റെ നിഴൽ കാണാം. അവിടെയാണ് പവർ ഷിഫ്റ്റ് ആവുന്നതും. ഒപ്പീനിയൻസ് ആർ ദ ചീപ്പസ്റ്റ് കമോഡിറ്റീസ് ഓൺ എർത്ത്. 2. സൈലൻസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച്. നിങ്ങളെ ചേസ് ചെയ്യാൻ വേണ്ടി മാത്രം ചില ആളുകൾ ഒരു സംസാരമുണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാക്കാൻ വേണ്ടി തന്നെ അവർ സസൂക്ഷ്മം വിഷം കലർന്ന വാക്കുകൾ പറയും. അവർക്ക് നാടകീയമായൊരു സീനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളെ അതിൽ അസ്വസ്ഥപ്പെടുത്തുകയാണ് വേണ്ടത്. കാരണം നിങ്ങളങ്ങനെ പ്രതികരിക്കുമ്പോൾ അവർക്ക് സ്വയം ഒരു പ്രാധാന്യബോധം ലഭിക്കുന്നു. ദയവ് ചെയ്ത് അവർക്കതിന് നിന്നുകൊടുക്കരുത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാത്തതിൻ്റെ അസ്വസ്ഥതയിൽ അവർ നിശബ്ദമായിരിക്കട്ടെ. ആ നിശബ്ദതയ്ക്ക് അവരുടെ ആർപ്പുവിളികളേക്കാൾ ഉച്ചയുണ്ട്. ഇന്നത്തെ കാലത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയകളിലെ പലരുടെയും സ്റ്റോറികളിലെ ചിരിക്കുന്ന മുഖങ്ങളെയും നല്ല നിമിഷങ്ങളെയും കണ്ട് അസൂയയോടെ നമ്മൾ നോക്കിയിട്ടുണ്ടാകും. അതുപോലെ ആളുകൾ നമ്മളെയും വിലയിരുത്തും. പലരും നിങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് അടക്കം പറയും. അതുതന്നെ നിങ്ങൾക്ക് വിനയായും എത്തും. അതിനാൽ എല്ലാം ഷോ ചെയ്യുന്ന സ്വഭാവം ആദ്യം നിർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ അടുത്ത മൂവ് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ മോശം കാര്യങ്ങളും നല്ല കാര്യങ്ങളും ആളുകളെ അറിയിക്കേണ്ടതില്ല. കാണുന്നതിനെ മാത്രമേ ആളുകൾക്ക് തകർക്കാൻ കഴിയുകയുള്ളൂ. കാണാത്തതിനെ, അറിയാത്തതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ദിനവും നിങ്ങളുടെ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അടുത്ത തവണ ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇടുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കുക, ഇത് പങ്കുവെക്കുന്നത് വഴി എന്ത് നേട്ടമാണ് എനിക്ക് ലഭിക്കാൻ പോവുകയെന്നത്. ഉത്തരം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. നിശബ്ദതയ്ക്ക് ശബ്ദത്തേക്കാൾ മൂർച്ചയുണ്ട്. എല്ലാ നെഗറ്റീവ് ആളുകളെയും മാറ്റി നിർത്തേണ്ടതും പ്രധാനമാണ്. അടുത്ത ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ അലോസരമുണ്ടാക്കുന്നതെങ്കിൽ അവിടെയും നിശബ്ദതയ്ക്ക് റോളുണ്ട്. മുറിപ്പെടുത്തുന്ന വാക്കുകൾക്ക് പകരം പതിയെ പതിയെ അവരുമായുള്ള ഇൻറ്ററാക്ഷൻ കുറച്ചുകൊണ്ടുവന്ന് ആ നെഗറ്റിവിറ്റികളെ അകറ്റി നിർത്താവുന്നതാണ്. ആരെങ്കിലും നിങ്ങളെ അനാദരിക്കുമ്പോൾ അവർ നിങ്ങളുടെ നിശബ്ദതയുടെ പുച്ഛത്തിൽ ചൂളിപ്പോകട്ടെ. ആരെങ്കിലും നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറയുമ്പോൾ അവർ നിങ്ങളുടെ വിജയത്തിൽ ശ്വാസം മുട്ടട്ടെ. നിങ്ങൾ തകരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പൂർവാധികം ശക്തിയോടെ പ്രകാശിച്ചു നിൽക്കണം. ആളുകൾ എപ്പോഴും പ്രതികരണത്തിന്റെ അടിമകളാണ്. നിഗൂഢതയിൽ ഒരു മാന്ത്രികതയുണ്ട്. ആ മാന്ത്രിക ശക്തിയിലൂടെ ഉത്തരം കിട്ടാതെ അലയാൻ ആളുകളെ, നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുക. യു ഡോണ്ട് നീഡ് ടു അറ്റൻഡ് എവ്രി ബാറ്റിൽ യു ആർ ഇൻവൈറ്റഡ് ടു.
Sometimes the most powerful move is no move at all. 3. സെൽഫ് ബിലീഫ് ഇസ് പവർ. ചില ആളുകൾ കടന്നുവരുമ്പോൾ തന്നെ ചുറ്റുപാടുകൾ നിശബ്ദരാകും. അവരെ ഉറ്റുനോക്കും. നിങ്ങളുടെ കണ്ണുകളും അവരിലേക്കെത്തും. അവരൊരക്ഷരം പോലും പറയേണ്ടതില്ല. എന്നിരുന്നാലും ബഹുമാനം അവരുടെ മുന്നിലേക്കെത്തും. അവർ ധരിച്ചിരിക്കുന്ന കോൺഫിഡൻസ് എന്ന വസ്ത്രമായിരിക്കും അവരെ വ്യത്യസ്തമാക്കി വെക്കുന്നത്. നിങ്ങളുടെ പണം ഒരാൾക്ക് മോഷ്ടിക്കാം. നിങ്ങളുടെ പദവി ഒരാൾക്ക് തട്ടിയെടുക്കാം. എന്നാൽ കോൺഫിഡൻസിനെ കവർന്നെടുക്കാൻ കഴിയില്ല. കോൺഫിഡന്റ് ആയിരിക്കുക എന്നത് വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. ആത്മവിശ്വാസമെന്നത് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒന്നല്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെ ആർക്കും നേടിയെടുക്കാവുന്ന കഴിവാണത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ ആത്മവിശ്വാസം അത്യാവശ്യമാണ്. സെൽഫ് കോൺഫിഡന്റ് ആവുന്നതിന് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക എന്നതാണ് ആദ്യപടി. എല്ലാവരും വ്യത്യസ്തരാണ്. നിങ്ങളുടെ കഴിവുകളെയും പരിമിതികളെയും ഒരുപോലെ അംഗീകരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പക്കലുള്ള കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും വേണം. ഭയമാണ് കോൺഫിഡന്റ് ആയിരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എനിക്ക് പേടിയാണ് എന്ന് സ്വയം പറഞ്ഞിരിക്കാൻ എന്തായിരിക്കും കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളിലേക്ക് സ്വയം നോക്കിയിട്ടുണ്ടോ? മതിയായ അറിവില്ലാത്തത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ പേടിയുടെ പ്രധാന കാരണം. ഒരു പ്രസംഗം നടത്തുമ്പോഴോ അഭിമുഖത്തിൽ പങ്കെടുക്കുമ്പോഴോ ആ വിഷയത്തെക്കുറിച്ച് മുൻകൂട്ടി പതിക്കുന്നത് വലിയൊരു പരിധിവരെ ആത്മവിശ്വാസം നൽകും. പരീക്ഷകൾക്കോ ജോലിക്കോ മുൻപുള്ള കൃത്യമായ തയ്യാറെടുപ്പ് മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. നിങ്ങൾ നേരിടേണ്ട വിഷയത്തെ, കാര്യത്തെപ്പറ്റി അവെയറായിരിക്കുന്നത്, അതിൻ്റെപ്പറ്റി മുൻകൂട്ടി പഠിച്ചു പോകുന്നത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട സംസാരമുണ്ടാകുമ്പോൾ കൃത്യമായി സംവദിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ആളുകൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. റെസ്പെക്റ്റ് ഈസ് ഏൺഡ്. കോൺഫിഡൻസ് ഈസ് ബിൽറ്റ്. 4. ബോഡി ലാംഗ്വേജ് സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. ആളുകൾക്ക് മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇരിപ്പും നടപ്പുമൊക്കെ ചർച്ചാ വിഷയമാവുകയും ചെയ്യും. അത്തരത്തിൽ നമ്മളെ ആളുകൾ വിലയിരുത്തുന്നതിൽ പ്രധാന ഘടകമായ ഒന്നാണ് ബോഡി ലാംഗ്വേജ്. ഒരു മനുഷ്യൻ മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചലനങ്ങൾ പോലും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. കോൺഫിഡന്റായ ഒരാളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് അന്യമല്ല. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നിൽക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും നമ്മുടെ ആത്മവിശ്വാസത്തെ പ്രതിധ്വനിപ്പിക്കും. പലരും ചെയ്യുന്ന ഒന്നാണ് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ചുമരിലോ മറ്റോ ചാരി നിൽക്കുക എന്നത്. മടിപിടിച്ചിരിക്കുന്നവന്റെ ബോഡി ലാംഗ്വേജാണത്. കഴിവതും നിവർന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകളിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ കാരണമാകും. അതുപോലെ സംസാരിക്കുന്ന സമയങ്ങളിൽ ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശീലിക്കുക. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്ക് മുഖം നൽകാതെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കുന്നത് നിങ്ങളിലൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. അതുപോലെ മുഖത്തൊരു പുഞ്ചിരി നിലനിർത്തണം. ഇവ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസം തോന്നിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവ് ഊർജം നൽകാനും സഹായിക്കും. ഇത്തരത്തിൽ ശരീരഭാഷയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ ആളുകളിൽ നിങ്ങൾ കോൺഫിഡന്റായ ആളാണെന്ന ചിന്ത വരുത്താനും നിങ്ങളുമായി ഇടപെടുമ്പോൾ സസൂക്ഷ്മം ശ്രദ്ധിക്കാനും അവരെ നിർബന്ധിതരാക്കും. Your body communicates as effectively as your mouth. Don't let them say different things. 5. How to overcome negative comments. ആളുകളുടെ നമ്മുടെ ജീവിതത്തെയും തിരഞ്ഞെടുപ്പുകളെയും കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും പലപ്പോഴും നമ്മെ അലോസരപ്പെടുത്താറുണ്ട്. ഒട്ടുമിക്ക സമയങ്ങളിലും എങ്ങനെ അവയോട് പ്രതികരിക്കണം എന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ വിമർശിക്കുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും കളയുന്നതിന് തുല്യമാണ്. ആന നടന്നുപോകുമ്പോൾ പിന്നിൽ നിന്ന് കുരയ്ക്കുന്ന നായ്ക്കളെ അത് ഗൗനിക്കാറില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൗനം പലപ്പോഴും ഏറ്റവും ശക്തമായ മറുപടിയാണ്. മൗനം തന്നെയാണ് ഏറ്റവും നല്ല പ്രതികരണം. ഒരാൾ നിങ്ങളെ മോശമായി പറയുന്നുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും അവരുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയോ അസൂയയോ ആണ് കാണിക്കുന്നത്. സന്തുഷ്ടരായ ആളുകൾ മറ്റുള്ളവരെ തളർത്താൻ സമയം കളയാറില്ല. അതിനാൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റുകളെ അവരുടെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമായി മാത്രം കാണുക, നിങ്ങളുടെ കുറവായി കാണരുത്. എന്നാൽ എല്ലാ വിമർശനങ്ങളും മോശമാകണമെന്നുമില്ല. നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയും അവയിലുണ്ടാകും.
ആളുകൾ കാര്യമായി പറയുന്ന വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൗമ്യമായ ഭാഷയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ വളരെ സ്വകാര്യമായി ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ വാക്കുകളെ എടുക്കാവുന്നതാണ്. അവർ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നുണ്ടാകില്ല, മറിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓൺലൈൻ ഇടങ്ങളിലെ നെഗറ്റീവ് കമന്റുകൾ ഇന്ന് പലരെയും മാനസികമായി തളർത്തുന്നുണ്ട്. ഇഗ്നോർ, ബ്ലോക്ക് ആൻഡ് മൂവ് ഓൺ എന്ന ശൈലിയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അവർ നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് അറിയുന്നവർ പോലുമല്ല. നിങ്ങളുടെ ജീവിതം അറിയാത്തവനെ നിങ്ങളെ ഉപദേശിക്കാനുള്ള അവകാശവുമില്ല. നിങ്ങളെ ബാധിക്കുന്ന നെഗറ്റീവ് അക്കൗണ്ടുകളെ മ്യൂട്ട് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ മടിക്കേണ്ടതില്ല. നിങ്ങളുടെ സമാധാനത്തിനാണ് മുൻഗണന നൽകേണ്ടത്. Your value doesn't decrease based on someone's inability to see your worth. 6. What to do when you need help from others. നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് ഒറ്റയ്ക്ക് നടന്നു കയറുക എന്നത് പലപ്പോഴും പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാമ്പത്തികമായ സഹായം, അറിവ്, മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ശരിയായ അവസരങ്ങൾ എന്നിവയ്ക്കായി നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരാം. ഒരാളോട് സഹായം ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വപ്നം എന്താണെന്നും അതെങ്ങനെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. സഹായം ചോദിക്കുമ്പോൾ അവ്യക്തത പാടില്ല. എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്നതിനേക്കാൾ ഇന്ന കാര്യത്തിനായി ഇത്ര തുക അല്ലെങ്കിൽ ഇത്ര സമയം ആവശ്യമാണ് എന്ന് വ്യക്തമായി പറയുന്നത് മറ്റുള്ളവരിൽ നിങ്ങളോട് വിശ്വാസം ജനിപ്പിക്കും. എല്ലാവർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അറിവോ അനുഭവസമ്പത്തോ ഉള്ളവരെ കണ്ടെത്തുക. ഉദാഹരണത്തിന്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണെങ്കിൽ ആ രംഗത്ത് വിജയിച്ചവരോടോ നിക്ഷേപകരോടോ സംസാരിക്കണം. തെറ്റായ ആളുകളോട് സഹായം ചോദിക്കുന്നത് നിരാശയ്ക്കും ആത്മവിശ്വാസക്കുറവിനും കാരണമായേക്കാം. സഹായം ചോദിക്കുന്നത് ഒരു കുറവല്ല, എന്നാൽ അത് ചോദിക്കുമ്പോൾ അർഹിക്കുന്ന മാന്യത പുലർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുക. മറ്റുള്ളവരുടെ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. മറ്റൊരാൾ നിങ്ങളെ സഹായിക്കുമ്പോൾ അവർക്കതിലൂടെ എന്ത് ഗുണമാണ് ലഭിക്കുക എന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. അതൊരു സാമ്പത്തിക ലാഭമാകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ വളർച്ചയിലുള്ള സന്തോഷമോ ഭാവിയിൽ നിങ്ങൾ അവർക്ക് നൽകാവുന്ന പിന്തുണയോ ആകാം. നിങ്ങൾ അവരുടെ സഹായത്തെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ പലപ്പോഴും സാമ്പത്തിക സഹായത്തേക്കാൾ വിലപ്പെട്ടത് അനുഭവസ്ഥരുടെ ഉപദേശങ്ങളായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും ആവശ്യമായ മാറ്റങ്ങൾ നിങ്ങളുടെ പ്ലാനിൽ വരുത്താനും ഈഗോയില്ലാതെ തയ്യാറാവേണ്ടതുണ്ട്. ആസ്കിംഗ് അതേഴ്സ് ഫോർ ഹെൽപ്പ് ഡസ് നോട്ട് ഷോ യുവർ ഫെയിലിയർ ബട്ട് യുവർ കമ്മിറ്റ്മെന്റ് ടു യുവർ ഗോൾ. 7. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഫേവേഴ്സ്. നന്ദി എന്നത് മനുഷ്യൻ പുലർത്തേണ്ട ഏറ്റവും ഉദാത്തമായ ഗുണങ്ങളിലൊന്നാണ്. നമ്മൾ ഇന്നെത്തി നിൽക്കുന്ന ഇടത്തിലേക്ക് നമ്മെ നയിച്ചതിൽ അറിഞ്ഞോ അറിയാതെയോ പലരുടെയും കൈത്താങ്ങുണ്ടാകും. സഹായിച്ചവരോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത് കേവലം ഒരു മര്യാദയല്ല, മറിച്ച് അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ അളവുകോലാണ്. നമ്മുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടെന്ന് സമ്മതിക്കാൻ വലിയൊരു മനസ്സും വിനയവും ആവശ്യമാണ്. സഹായിച്ചവരെ സ്മരിക്കുന്നതുവഴി നമ്മൾ അഹങ്കാരത്തെ ദൂരേക്കു മാറ്റുകയും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. വിനയമുള്ളവർക്കു മാത്രമേ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ നന്ദി എന്ന വാക്കിനുപോലും വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയും. താൻ ചെയ്ത സഹായം വിലമതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ സഹായിച്ച വ്യക്തിക്കും അത് സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. സഹായിച്ചവരോട് നന്ദി കാണിക്കാൻ എപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, മറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർക്കും ആവശ്യങ്ങളേറെയുണ്ടാകും. അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൈവിടാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കഷ്ടതകളിൽ സഹായിച്ചവനെ അവരുടെ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുന്നത് കടപ്പാടിന്റെ ഏറ്റവും പ്രകടമായ പ്രവർത്തനമാണ്. നിങ്ങൾ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവരെ ഓർക്കാതിരിക്കരുത്. നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു സംസ്കാരം സമൂഹത്തിൽ വളർന്നുവരുമ്പോൾ കൂടുതൽ ആളുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ടുവരും. ഒരു ഉപകാരം ലഭിച്ച വ്യക്തി മറ്റൊരാളെ സഹായിക്കാൻ പ്രചോദിതനാകുമ്പോൾ അതൊരു വലിയ നന്മയുടെ ചങ്ങലയായി മാറുന്നു. നിങ്ങൾ ഇന്നൊരാൾക്ക് ചെയ്യുന്ന നന്മ അയാൾ നാളെ മറ്റൊരാളോടും ചെയ്യും. ആളുകൾക്കിടയിൽ സഹകരണ മനോഭാവം വളർത്താനും വ്യക്തിത്വ വികസനത്തിനും ഇത് സഹായിക്കുന്നു. The roots of all goodness lie in the soil of appreciation for goodness. 8. ബിൽഡ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. വികാരങ്ങളില്ലാത്ത യന്ത്രത്തെപ്പോലെ എപ്പോഴും ആളുകളുടെ വാക്കുകളെ നമുക്കെടുക്കാൻ കഴിയില്ല.
എന്നാൽ അവയെ നമ്മുടെ ആന്തരിക സമാധാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഒരു മാനസിക അകലം സൂക്ഷിച്ചുകൊണ്ട് നേരിടാനാകും. നിങ്ങൾക്ക് നേരെ ഒരു വിമർശനം വരുമ്പോൾ അതിന് നേരിട്ട് ഹൃദയത്തിലേക്കെടുക്കുന്നതിനു പകരം ഒരു മൂന്നാം കക്ഷിയായി അതിനെ സമീപിക്കുക. സാധാരണയായി ഒരാൾ നമ്മെ ചീത്ത പറഞ്ഞാൽ നമ്മളുടൻ ദേഷ്യപ്പെടും. എന്നാൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ശീലിച്ചവർ ആ വികാരത്തിന് അടിമപ്പെടില്ല. പകരം ഇതിന് മറുപടി കൊടുക്കണോ അതോ അവഗണിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു നിമിഷം അവർ കണ്ടെത്തുന്നു. നിങ്ങളുടെ വികാരങ്ങളുടെ റിമോട്ട് കൺട്രോൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നതാണ് ഇതിന്റെ ചുരുക്കം. എല്ലാ പോരാട്ടങ്ങളിലും ജയിക്കേണ്ടതില്ല. ചില തർക്കങ്ങളിൽ നിന്ന് തോറ്റുകൊടുക്കുന്നത് നമ്മൾ പരാജയപ്പെടുന്നതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ സമാധാനം അത്രമേൽ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വൈകാരികമായി പിൻവാങ്ങുന്നത് നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കാൻ സഹായിക്കും. പലപ്പോഴും നമ്മെ വൈകാരികമായി തളർത്തുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകളാണ്. ഞാൻ ചെയ്തതിന് അയാൾ നന്ദി പറയണം, അല്ലെങ്കിൽ അയാൾ എന്നെ പുകഴ്ത്തണം എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ അത് നടന്നില്ലെങ്കിൽ നമ്മൾ തളരും. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ സ്വന്തം കർമ്മം ചെയ്യുക എന്നതും ഡിറ്റാച്ച്മെന്റിന്റെ ഭാഗമാണ്. നെഗറ്റീവായ ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും അവരുടെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് പടരാതിരിക്കാൻ ഒരു മനോനില വളർത്തിയെടുക്കണം. അവരുടെ മോശം വാക്കുകൾ നിങ്ങളെ സ്പർശിക്കാതെ പുറത്തുതന്നെ നിൽക്കട്ടെ. ഒബ്സർവ്, ഡോണ്ട് അബ്സോർബ്. 9. The focus should be solely on the goal. ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ ചുറ്റുമുള്ള ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. ഒരോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവൻ കാണേണ്ടത് ഫിനിഷിംഗ് ലൈൻ മാത്രമാണ്. ഗാലറിയിലെ കൂവലുകളോ കയ്യടികളോ അയാളെ ബാധിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം അത്രമേൽ വലുതാണെങ്കിൽ വഴിയിലെ തടസ്സങ്ങളും പരിഹാസങ്ങളും നിങ്ങൾക്ക് വെറും കാഴ്ചകൾ മാത്രമായി മാറും. പരാജയം വരുമ്പോൾ സങ്കടപ്പെടാനോ വിജയം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാനോ നിൽക്കരുത്. ഇവ രണ്ടും ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ സ്റ്റോപ്പുകൾ മാത്രമാണ്. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും അടുത്ത ഘട്ടത്തിലായിരിക്കണം. നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ നിരവധി കാരണങ്ങളുണ്ടാകും. എന്നാൽ അതിൽ തുടരാൻ ഒരു കാരണം മാത്രമേയുള്ളൂ: ജയിക്കണമെന്ന കാരണം. ആ കാരണത്തിന് താൽക്കാലിക സന്തോഷങ്ങളേക്കാൾ വിലയുണ്ടെന്ന് എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ചുറ്റും എന്തു വേണമെങ്കിലും നടന്നോട്ടെ, നിങ്ങളെ അതൊന്നും ബാധിക്കരുത്. ലക്ഷ്യത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കാനും പാടില്ല. മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ 42% അധികം സാധ്യതയുണ്ട് ഒരു കാര്യം എഴുതിവെച്ചാൽ അത് നടക്കാൻ. നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് ഒരു ഡയറിയിലോ പേപ്പറിലോ കൃത്യമായി എഴുതുക. അത് കാണാൻ പറ്റുന്ന ഒരിടത്ത് ഒട്ടിച്ചുവെക്കുന്നതും നല്ലതാണ്. ഇത് കാണുമ്പോഴെല്ലാം നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അവിടെ നടക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പൂർണ്ണ എനർജിയും ഓണായിരിക്കുന്നത്. അതിനാൽ ഏറ്റവും പ്രയാസമേറിയ ടാസ്ക് ആദ്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. എളുപ്പമുള്ളവ അവസാനത്തേക്ക് മാറ്റിവെക്കണം. ഏറ്റവും കടുപ്പമേറിയ ടാസ്ക് ആദ്യം ചെയ്തു കഴിയുമ്പോൾ എളുപ്പമുള്ള ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആക്കാൻ തോന്നും. എന്നാൽ നിങ്ങൾ എളുപ്പമുള്ളത് വേഗം ചെയ്താൽ കടുപ്പമേറിയത് ചെയ്യാനാവുമ്പോഴേക്ക് ആദ്യമുള്ള മൂഡ് പോയിട്ടുണ്ടാകും. അലസത വർദ്ധിക്കും. അതിനാൽ കടുപ്പമേറിയ ടാസ്കിന് മുൻഗണന നൽകേണ്ടത് പ്രധാനമാണ്. പ്രയാസമേറിയ എന്തു ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വളരെ വലിയ ഒരു കോൺഫിഡൻസ് ലഭിക്കും. എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കും, എല്ലാത്തിനെയും നമുക്ക് നേരിടാൻ കഴിയുമെന്ന കോൺഫിഡൻസ്. ഒരു കാര്യം ചെയ്യുന്നതിന് ഒരുപാട് സമയം ചിലവഴിക്കുകയും ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന ചിന്തയാണ് നിങ്ങളെ കുഴിമടിയന്മാരാക്കുന്നത്. കംഫർട്ട് സോൺ നൽകുന്ന 3 നേരത്തെ ഭക്ഷണമാണ് നിങ്ങളെ ഉപകാരമില്ലാത്തവനായി മാറ്റുന്നത്. മടിപിടിച്ച് കംഫർട്ട് സോണിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വം നൽകുമ്പോൾ ഒരിക്കലത് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് വലിച്ചുകൊണ്ടുപോകും. അപ്പോൾ നിലവിളിത്താതിരിക്കാൻ, എല്ലാം നഷ്ടപ്പെട്ടവനായി മാറാതിരിക്കാൻ ഇപ്പോൾ തന്നെ പരിശ്രമിച്ചു തുടങ്ങുക. ഇന്നത്തെ സുരക്ഷിതത്വം തകർത്ത് മുന്നോട്ടു പോകുന്നത് ഭാവിയിലെ പ്രതിസന്ധികളെ തകർക്കുന്നതിനുള്ള ആയുധം നിർമ്മിക്കുന്നതിന് തുല്യമാണ്. If you want to live a happy life, tie it to a goal, not to people or things.